ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. എളുപ്പമാണ്, നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ബിഗിനേഴ്സിനായാലും ബാച്ചിലേഴ്സിനായാലും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ബിരിയാണിയുടെ അരി ഒന്നും ഒട്ടും കുഴഞ്ഞു പോവാതെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വേറിട്ട് നിൽക്കുന്ന അരിയായിട്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുത്താൽ കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 1 കിലോഗ്രാം ബീഫാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചതാണ് കേട്ടോ. നന്നായിട്ട് വെള്ളം വാരാനായിട്ട് വെക്കണം. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന ശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 ലിറ്ററിൻ്റെ ഒരു കുക്കറിലേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഹാഫ് കുക്കാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അഥവാ ഒരു 1/4 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് ഇത് നമുക്കൊന്ന് വെള്ളം ഒട്ടും ചേർക്കേണ്ട കേട്ടോ. ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഒട്ടും ചേർക്കേണ്ട, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ടിത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് അത്ര ഇളയ ഇറച്ചിയൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇളയ ഇറച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ തന്നെ ധാരാളം മതിയാവും. ഇതിപ്പോൾ ഞാനൊരു 4 വിസിൽ വരുന്ന വരെയാണ് ചെയ്തെടുക്കുന്നത്. ഒരു ഹാഫ് കുക്ക് മുതൽ 3/4 കുക്ക് മുഴുവനായിട്ട് വെന്ത് വരണ്ട കേട്ടോ. ഒരു 3/4 വേവ് വരെ ചെയ്താൽ മതി. അതുവരെ ആക്കിയോ. അപ്പോൾ ഓരോ ബീഫിനനുസരിച്ച് ഡിഫറൻസ് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 തക്കാളി, മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയാണ്. അപ്പോൾ 4 തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള 4 സവാളയും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു സവാള എടുത്തിട്ട് ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് മേലെ ഡെക്കറേഷനും ഒക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയൊരു സവാളയാണ്. ഇനി ചതച്ചെടുക്കാനുള്ള ഐറ്റംസ് നമുക്ക് കാണാം. ഒരു വലിയ പീസ് ഇഞ്ചി, അതുപോലെ ഒരു തുടം വെളുത്തുള്ളി, ഒരു 15 ചെറിയ ഉള്ളി കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ വലിയ 7 പച്ചമുളകാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 15 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി കൂടെ ഇതിലേക്ക് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മസാലയ്ക്ക് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് വെളുത്തുള്ളി ഇട്ടിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് മസാല റെഡിയാക്കുന്ന സമയത്ത് വെക്കുക. അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് ഇതാ ഇവിടെ 4 വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ കാണുന്നില്ലേ? അപ്പോൾ ആ വെള്ളമൊക്കെ നമുക്ക് ഇതിലിട്ട് നിന്ന് വറ്റിച്ചെടുക്കാം. അത് ആ ബീഫിൻ്റെ എല്ലാം ഇതിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിട്ട് തന്നെ വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുക്കായിട്ട് വരും. അതാ ഞാൻ മുഴുവനായിട്ട് കുക്കാണ്ടെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുക്കറിലിട്ടിട്ട് ചോറിൻ്റെ കൂടെ ഒന്നുകൂടെ ഒന്ന് വിസിൽ വരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് കുക്കായിട്ട് ആ ഒരു സമയത്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം, അതുപോലെ ചോറ് റെഡിയാക്കി എടുക്കണം. അതൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഒരു അബദ്ധം ചെയ്തു. ഞാൻ കുക്കറിലാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ഓർമ്മയില്ലാതെ ഞാൻ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിലും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിലും സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് എടുത്ത് ചൂടായ ശേഷം വലിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ട് 4 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് കുക്കറിലാണെന്ന്. പിന്നെ അത് ഞാൻ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റുന്ന ആ ഒരു സമയത്താണ് ഓർമ്മ വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പാത്രത്തിൽ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം, ചോറിനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേസമയം തന്നെ നേരത്തെ എടുത്തിട്ടുള്ള പാത്രത്തിൽ അത്യാവശ്യം കുറേ വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ കല്ലുപ്പാട്ട ചേർത്ത് കൊടുക്കുന്നത്, കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒക്കെ ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അത്യാവശ്യം കൂടുതൽ വെള്ളം ഉണ്ടായാൽ ആ ഒരു അരിയുടെ പശയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8-10 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പീസ് പട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത്രയും മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കുക്കറിൽ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമൊന്നും ഇല്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതുകൂടെ ഇതിലേറ്റിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, 4 തക്കാളി, അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ, നന്നായിട്ട് കുക്കാവുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കണം. ഞാൻ 3/4 കപ്പ് മല്ലിയിലയും അതുപോലെ തന്നെ 1/4 കപ്പ് പുതിനയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്, ഇത്രയും മാറ്റി വെക്കുന്നുണ്ട്, നമുക്ക് ചോറൊക്കെ ഊറ്റിയിടുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മുഴുവനായിട്ട്, ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മുളക് പൊടി. നമ്മൾ ഇതിലേക്ക് കുരുമുളകൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് പച്ചമല്ലി പൊടിച്ചതാണ് കേട്ടോ, വറുത്തതല്ല, പച്ചമല്ലിയാണ്. ബിരിയാണിയിലേക്കൊക്കെ എപ്പോഴും നല്ലത് പച്ചമല്ലിയാണ്. അപ്പോൾ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നത്, ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരു 3 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ റോസ് സ്മെല്ല്, ആ ഒരു മസാലയുടെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് 1/2 ടീസ്പൂൺ മതിയിട്ട്, അതിൽ കൂടുതലൊന്നും വേണ്ട, 1/2 ടീസ്പൂൺ മതി. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ബീഫ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്, അഥവാ കുരുമുളക് പൊടി. അതും കൂടെ ആകുമ്പോഴേ ബിരിയാണിയുടെ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കുരുമുളകും അതുപോലെ തന്നെ 1 ടീസ്പൂണ് വലിയ ജീരകവും കൂടി കൂട്ടി പൊടിപ്പിച്ചതാണ്. വലിയ ജീരകം ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. 1 ടേബിൾ സ്പൂൺ വേണ്ടാന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ എടുക്കേണ്ട, 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ എടുത്താലും മതി. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറായിട്ടില്ല. അപ്പോൾ ഞാനൊരു സമയം കൊണ്ട് തന്നെ അതിലേക്കുള്ള ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നല്ല നെയ്യിലാണ് ഞാനിത് മാറ്റിയെടുക്കുന്നത്. 6 kg നെയ്യിലാണ് ചേർത്തെടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ 6 kg നെയ്യ് ഞാനൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ഞാനൊരു ചെറിയ തീയിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കോരി എടുത്ത് വെക്കണം. അപ്പോഴേക്കും നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ റൈസും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്, 1 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാർത്തി വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം തിളച്ച് വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ ഊറ്റിയെടുക്കുന്ന അത്രയും വേവ് ഇതിന് വേണ്ട കേട്ടോ. അത്രയും വെന്ത് വരേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് കുക്കായ മാത്രം മതി. ഓവറായിട്ട് ഒരു 2-3 തിള വന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുമ്പോഴേക്ക് നമുക്കിത് കുക്കറിലേക്ക് മാറ്റണം. അതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ സവാളയൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്ക മുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇതിൽ ഈ ഒരു നെയ്യിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്ന മുന്നായിട്ട് തന്നെ നെയ്യിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പോയപ്പോഴേക്ക് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഓവറായിട്ട് കുക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് തിള വന്ന് അത് ഒന്ന് കുക്കായി നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഊറ്റിയെടുക്കുന്ന അത്രയും കുക്കാവേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഇത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ലെവൽക്ക് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മളിങ്ങനെ അതിങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പൊട്ടുന്ന ആ ഒരു പരുവായാൽ മതി. ഇത്രയും മതി. നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഊറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഓവറായിട്ട് അതിൽ നിന്ന് വെള്ളം കളയൊന്നും വേണ്ട. കുറച്ചൊക്കെ വെള്ളത്തിൽ അധികം ഓവറായിട്ട് വെള്ളം പോയിട്ട് അതിൽ നിന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊക്കെ വെള്ളം അതിൽ തന്നെ ഉണ്ടായിക്കോട്ടെ കേട്ടോ. കുറച്ചൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ മാത്രമേ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള ചോറ് ഉടനെ തന്നെ അത് ഊറ്റി ആ ഒരു 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ മതി. അപ്പോൾ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മേലായിട്ട് നമ്മൾ സവാള വഴറ്റിയെടുത്തിട്ടുള്ള നെയ്യ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മല്ലിയില കുറച്ചൊന്ന് വിതറി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് മേലായിട്ട് കുറച്ച് ഗരം മസാല കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓവർ ആവേണ്ട, കുറച്ച് മതി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടെ എടുത്തു കുറച്ച് അങ്ങ് മാറ്റി വെക്കണം കേട്ടോ, ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ ലെയർ ചോറും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗരം മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള നെയ്യ് എല്ലാം ഇതിൻ്റെ മേലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയെല്ലാം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി അതൊക്കെ ഇതിൽ മേലെ ഇട്ട് കൊടുക്കുക. കാഷ്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്, നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഒരു ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് ഒരൊറ്റ വിസിൽ മതി. ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാം. പിന്നെ കൂടുതൽ ദമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല ഇങ്ങനെ കുക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ. ഒരൊറ്റ വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേവ് ഒന്നും കൂടി പോകുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ബീഫും ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് മസാല വേറെയും ചോറ് വേറെ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ ആദ്യം. എന്നിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ചോറൊന്നും ഒട്ടി പിടിക്കാതെ കുഴയാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചോറെല്ലാം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. കളറും മസാലയൊക്കെ ഇതിലൊക്കെ സ്പെഷ്യൽ കളറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ബീഫിലേക്ക് ചേർത്തിട്ടുള്ള മസാലയൊക്കെ തന്നെ ഈ ചോറിലേക്കും കിട്ടും. എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ബീഫ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ചോറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും ചോറൊക്കെ വേറിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ബിഗിനേഴ്സുള്ളവർ അതുപോലെ ബാച്ചിലേഴ്സ് അവർക്കൊക്കെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ.
പിന്നെ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ റിമാമീസ് കിച്ചൺ എന്ന് തന്നെയാണ് പേര്. അതിൽ നിങ്ങൾക്ക് ഫോട്ടോ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്